ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കറിനാരങ്ങ അച്ചാറാണ്. അച്ചാറിന് ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ കുറച്ച് കടുക് പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഉരുളിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നല്ലതുപോലെ വാടി വരണമേ. അതിന് ശേഷമേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് മിക്സാക്കി വെച്ചിരുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പം ഒരുവിധം ഒന്ന് ചെറുതായിട്ട് തിളപ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം കറിനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ